ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തിരുവചനത്തിന് കീഴായിരിക്കാൻ കർത്താവായ യേശുക്രിസ്തു തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഒരു സ്ത്രീയോട് പറയുന്ന വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നീ ആരെന്ന്, നീ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ അറിഞ്ഞുവെങ്കിൽ, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവൻ്റെ ജലം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഏറ്റവും അധികമായി സംസാരിച്ച ഒരു സ്ത്രീയാണ് ശമരിയ സ്ത്രീ. 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്തു സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. അവൻ യഹൂദിയ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യനായി ജനിച്ചത് പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ്. ഇവിടെ താൻ യഹൂദിയ ദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയാകുകയാണ്. ആ ഗലീലയ്ക്ക് പോകണമെങ്കിൽ ശമരിയയിൽ കൂടി കടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ശമരിയയിൽ കൂടി കടക്കുന്നു. നമുക്കറിയാം, യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അവർ ഒരിക്കലും, യഹൂദന്മാർ ആരും ശമരിയ ദേശത്തൂടെ കടക്കുകയുമില്ല. അവിടെയുള്ള ജനത്തോട് യാതൊരു സമ്പർക്കവും പുലർത്തുന്നവരുമല്ല. എന്നാൽ യേശുക്രിസ്തു ആ ശമരിയയിൽ കൂടി കടന്നു പോവുകയാണ്. അത് പിതാവാം ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം തികയ്ക്കുന്നതിന് വേണ്ടി, പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ ശമരിയയിൽ കൂടി കടന്നു പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു ആ ശമരിയയിൽ കൂടി കടന്നു പോകുമ്പോൾ യേശുവിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒരാളെ കണ്ടെത്താനുണ്ട്, ഒരാളോട് സംസാരിക്കാനുണ്ട്, ഒരാളോട് തന്നെ വെളിപ്പെടുത്താനുണ്ട്. അതിൻ്റെ പിന്നിൽ ആ ഒരാളിൽ കൂടി ശമരിയ ദേശം മുഴുവൻ നേടാനുള്ള ഒരു വലിയ ദൗത്യവുമായാണ് കർത്താവായ യേശുക്രിസ്തു താൻ ദൈവപുത്രനാണെന്ന് ആ ശമരിയ ദേശത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ആ പിതാവിൻ്റെ ഇഷ്ടം തികയ്ക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ശമരിയയിൽ കൂടി കടന്നു പോകുന്നത്. നമുക്കറിയാം, പാലസ്തീൻ ദേശം വളരെ ചൂടുള്ള സ്ഥലമാണ്, അതികഠിനമായ ചൂട്. ഈ ശമരിയ ദേശത്തുള്ള സ്ത്രീകളെല്ലാം അവിടെയെല്ലാം അതിരാവിലെ എഴുന്നേറ്റ് തങ്ങളുടെ ഭവനത്തിലേക്ക് ആവശ്യമുള്ള വെള്ളമെല്ലാം ശേഖരിക്കേണ്ടതിന് വേണ്ടി അവിടെയുള്ള കിണറിൻ്റെ അരികെ വന്ന് വെള്ളം ശേഖരിച്ചുകൊണ്ട് പോകും. വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ ആരും തന്നെ പുറത്തിറങ്ങാറില്ല. അത്രമാത്രം കഠിനമായ ചൂടാണ് അവിടെ അനുഭവപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തു അതിരാവിലെ എഴുന്നേറ്റ് കാൽനടയായി ഈ ശമരിയ ദേശത്ത് വന്നപ്പോഴേക്കും നന്നാ ക്ഷീണിച്ചിരുന്നു. കർത്താവ് അവിടെ ആ സുഖാർ എന്ന ആ ചെറിയ പട്ടണത്തിൽ, ശമരിയയിലെ സുഖാർ എന്ന പട്ടണത്തിൽ ആ കിണറിന് അരികെ ഇരിക്കുകയാണ്. തന്നോട് കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ ഭക്ഷണം കൊള്ളുവാനായി അവരെ പറഞ്ഞയച്ച് കർത്താവായ യേശുക്രിസ്തു അവിടെ കാത്തിരിക്കുന്നു. ആരെയാണ് കാത്തിരിക്കുന്നത്? കർത്താവിന് നല്ല നിശ്ചയമുണ്ട്. ആ ഉറച്ച വെയിലുള്ള സമയത്ത്, അതികഠിനമായ ചൂടുള്ള സമയത്ത്, വേറെ ആരും പുറത്തിറങ്ങാത്ത ആ സമയത്ത് ഒരാൾ വരുമെന്ന് കർത്താവിനറിയാം. ആ ശമരിയ സ്ത്രീ ആ കിണറിൻ്റെ അരികിലേക്ക് വെള്ളം കോരുവാനായി കടന്നു വരികയാണ്. അവളുടെ ജീവിതം വളരെ മോശപ്പെട്ട ജീവിതമാണ്. ആരെങ്കിലും അവളെ കണ്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലത്തക്കവണ്ണമുള്ള ഒരു നികൃഷ്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് ശമരിയ സ്ത്രീ. അവൾ ആ കിണറിന് അരികിലേക്ക് വരുമ്പോൾ ആരും തന്നെ കാണരുത് എന്ന ആ ഉറച്ച തീരുമാനത്തോടുകൂടി പാത്തും പതുങ്ങിയും വെള്ളം കോരുവാനായി കടന്നു വരുമ്പോൾ അവൾ നോക്കുമ്പോൾ ഒരു വ്യക്തി അവിടെ ആ കിണറിന് അരികെ ഇരിക്കുന്നു.
ആ സ്ത്രീയെ കണ്ട ഉടനെ അവൻ ചോദിക്കുകയാണ്, യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരം, ഉച്ചയ്ക്ക് 12 മണിയോടടുത്ത സമയമാണ്. നല്ല ഉറച്ച വെയിലുള്ള സമയം. ശിഷ്യന്മാർ ഭക്ഷണം കൊള്ളുവാൻ പോയി. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. ആ വ്യക്തിയുടെ വേഷം കണ്ട മാത്രയിൽ തന്നെ ശമരിയ സ്ത്രീക്ക് മനസ്സിലായി ഇവൻ ഒരു യഹൂദനായ റബ്ബിയാണ് എന്ന്. ആ വേഷവിധാനവും ആ മുഖഭാവവും എല്ലാം കണ്ടപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു ഇദ്ദേഹം ഒരു റബ്ബിയാണ്, വന്ദ്യനായ ഒരു വ്യക്തിയാണ് എന്ന്. താൻ ശമരിയക്കാരിയായ ഒരു സ്ത്രീയോട് വെള്ളം കുടിപ്പാൻ ചോദിച്ചപ്പോൾ അവൾ അത്ഭുതത്തോടെ ഓർത്തു. കാരണം ഒരു ശമരിയ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ്. യഹൂദൻ, ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു റബ്ബായി ആയിരിക്കുന്ന ഒരു യഹൂദൻ ഒരിക്കലും ഒരു സ്ത്രീയോട് വേറെ ആരുമില്ലാത്ത സമയത്ത് സംസാരിക്കാറില്ല. അങ്ങനെയുള്ള ആ പതിവുകൾ യേശുക്രിസ്തു അവിടെ തെറ്റിക്കുകയാണ്. ആ സമ്പ്രദായങ്ങളെല്ലാം തെറ്റിക്കുന്നു. ശമരിയരോട് സമ്പർക്കം പുലർത്താതിരുന്ന ആ സമ്പ്രദായം, യഹൂദന്മാർ ശമരിയരോട് സമ്പർക്കം പുലർത്തിയിരുന്നില്ല. ഒരു ശമരിയ സ്ത്രീയോട് വെള്ളം കുടിപ്പാൻ വാങ്ങിക്കുക എന്നുള്ളൊരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ള ആ 2 കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു സ്ത്രീയോട് ഒരു റബ്ബായി സംസാരിക്കുക, അതും തനിയെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക എന്നുള്ള ഈ 3 കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തു അവിടെ ഖണ്ഡിക്കുകയാണ്. അവൾ അത്ഭുതത്തോടെ ഓർത്തു, ഈ മനുഷ്യൻ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? ആ അത്ഭുതം അവൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നു, ഞാനൊരു ശമരിയ സ്ത്രീ ആയിരിക്കെ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന്. അപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു എന്ന്. നീ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നീ അറിയുന്നില്ല. എന്താണ് ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്നത്? നാം ഓരോരുത്തരും ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവേശുവിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ സ്ത്രീ ജനിക്കും മുമ്പേ തന്നെ ദൈവം തിരഞ്ഞെടുത്ത സ്ത്രീയാണ്. ഈ ശമരിയ ദേശം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ, കർത്താവിനെ വരുവാനിരിക്കുന്ന മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദേശം മുഴുവൻ അംഗീകരിക്കുവാൻ തക്കവണ്ണം ഈ സ്ത്രീയെ ദൈവം കണ്ടിരുന്നതാണ്. അതാണ് ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം നൽകിയ ദാനമായിരുന്നു ശമരിയ സ്ത്രീ. അത് അവൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തു മുഖാന്തരം പിതാവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ നാം ഈ സത്യം ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടുമില്ല. നാം ആ സ്ത്രീ ജീവിച്ചതുപോലെ അവൾ അശുദ്ധി എന്ന പാപത്തിൽ മുഴുകി അവൾ ജീവിച്ചു. പുറത്തിറങ്ങാൻ, സമൂഹത്തിൽ വെളിപ്പെടുവാൻ പോലും പറ്റാത്തവണ്ണം അവളുടെ ജീവിതം മലിനമായിരുന്നു. നാം പുറമേ അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്നാൽ നമ്മുടെ ഹൃദയം എവിടെ നിൽക്കുന്നു? നമ്മുടെ ചിന്താമണ്ഡലം എവിടെ നിൽക്കുന്നു? നമ്മുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന വിചാരങ്ങളും വികാരങ്ങളും എങ്ങനെയുള്ളവ? അതെല്ലാം നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ, നമ്മുടെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നാം നിൽക്കുന്നതെന്ന് ഓർക്കാതെ നമ്മുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ഈ ലോകത്തിലേക്ക് ചാഞ്ഞുപോയി ഈ ലോകത്തിൻ്റെ മോദങ്ങളും ആഗ്രഹങ്ങളും വശീകരണങ്ങളിലും മുഴുങ്ങി ജീവിച്ച എത്രയോ കാലങ്ങൾ. കൂടെ വചന ശുശ്രൂഷകളുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നാൽ ഇതിൻ്റെ ജീവനും ചൈതന്യവും ഒന്നും ഹൃദയത്തിലോ അന്തരാത്മാവിലോ വന്ന് ഇരിക്കാതെ അതെല്ലാം പറവ കൊത്തിക്കൊണ്ടുപോകുന്ന വിത്ത് പോലെ നമ്മുടെ ഉള്ളിൽ വീഴുന്ന ആ വചനത്തിൻ്റെ വിത്തെല്ലാം ദുഷ്ടനായ പിശാച് നമ്മിൽ നിന്ന് കൊത്തിക്കൊണ്ടു പോകുന്ന തിരിച്ചറിയുക പോലും ചെയ്യാതെ ഭക്തിയുടെ വേഷം ധരിച്ച് സംതൃപ്തരായി ജീവിക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമ്മോട് ഇന്ന് ചോദിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ അറിയുന്നുവോ? നിന്നെ ആക്കിയിരിക്കുന്ന ഭവനത്തിൽ, ആ ഭവനത്തിലുള്ളവരെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടതിന്, യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ് എന്ന്, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് നമ്മുടെ പാപങ്ങളെ മുഴുവൻ കഴുകാൻ വേണ്ടിയാണ് എന്ന്, അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ് എന്ന്, ആ ഒരു വിശ്വാസവും യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും നമ്മുടെ ഭവനത്തിലുള്ളവരിലേക്ക് പകർന്നു കിട്ടേണ്ടതിന് കർത്താവായ യേശുക്രിസ്തുവും നമ്മുടെ കുടുംബത്തിലുള്ളവരും നമ്മുടെ ബന്ധുക്കളിലും നമ്മുടെ ദേശത്തുള്ളവർക്കും ഇടയിൽ, കർത്താവിനും അവർക്കും ഇടയിൽ ഒരു ലിങ്കായി നിൽക്കേണ്ടത് നാം ആണെന്ന് ഒരിക്കലും നാം തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയാതെ നടന്നപ്പോഴും
കർത്താവായ യേശുക്രിസ്തു സ്നേഹത്തോടെ ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ അറിയുന്നുവോ എന്ന്. നിന്നോട് ഈ ചോദിക്കുന്നത് ആരാണ്, നിന്നോട് ഈ സംസാരിക്കുന്ന ആരാണെന്ന് നീ തിരിച്ചറിയുന്നുവോ എന്ന്. കർത്താവായ യേശുക്രിസ്തു ശമരിയ ദേശത്തിന് ഒരിക്കലും രക്ഷ കിട്ടുവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം യഹൂദരും ശമര്യരും തമ്മിൽ സമ്പർക്കമില്ല. അവർ രണ്ട് ദേശക്കാരും പരസ്പരം അംഗീകരിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നു എന്ന് നാം ആ അധ്യായത്തിൽ തന്നെ വായിക്കുന്നു. 22-ാം വാക്യത്തിൽ രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നു എന്ന്. ആ യഹൂദന്മാർ ഒരിക്കലും ഈ ശമര്യർ രക്ഷപ്പെടണമെന്നോ അവരുടെ മാത്രം സ്വത്തായി വച്ചിരിക്കുന്ന ആ അഭിഷിക്തനായ ദൈവം മറ്റുള്ളവർക്ക് ആ അനുഗ്രഹങ്ങളൊന്നും കിട്ടരുത് എന്ന് വിചാരിക്കുന്ന ആ യഹൂദ ജനം ഒരിക്കലും ആഗ്രഹിക്കില്ല ഈ ശമര്യർ രക്ഷപ്പെടണമെന്ന്. എന്നാൽ പിതാവാം ദൈവത്തിന് ശമര്യരെ വിട്ടുകളയാൻ താല്പര്യമില്ല. അവൻ അവരെയും സ്നേഹിക്കുന്നു. ആ ശമരിയ ദേശത്തേക്ക് ഈ രക്ഷകൻ കടന്നു ചെല്ലേണ്ടതിന് വേണ്ടിയുള്ള ഒരു ലിങ്കായി ദൈവം കണ്ടിരുന്നത് ഈ ശമരിയ സ്ത്രീയെയാണ്. ഈ കാര്യം ആ ദേശത്തിന് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശമരിയ സ്ത്രീ എന്നുള്ളൊരു കാര്യം പിശാചിനും അറിയാം. നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പിശാച് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും ഈ രക്ഷകനിലേക്ക് അടുക്കാതിരിക്കാൻ, ഈ രക്ഷകനെ കണ്ടെത്താതിരിക്കാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ നാഥനും ഉടയവനുമായി ആരും സ്വീകരിക്കാതിരിപ്പാൻ, ഹൃദയം യേശുക്രിസ്തുവിന് സമർപ്പിക്കാതിരിക്കാൻ ഈ ദുഷ്ടനായ പിശാച് നമ്മെ പലപ്പോഴും പല മോഹങ്ങളിലും പല കാര്യങ്ങളിലേക്കും വശീകരിച്ച് ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നു. എന്നാൽ ഇവിടെ ആ ഒരു ഭാഗ്യം ഈ ശമരിയ സ്ത്രീക്കും ദുഷ്ടനായ പിശാച് അവളെയും ആ ദൈവത്തിൻ്റെ പദ്ധതി നടക്കാതിരിക്കാൻ വേണ്ടി അവളുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. സ്വഭാവ ദൂഷ്യം. അവൾക്ക് 5 വിവാഹം കഴിഞ്ഞു. 5 ഭർത്താക്കന്മാരുമായി അവൾ വേർപിരിയേണ്ടി വന്നു. ഒരുപക്ഷെ അവളുടെ സ്വഭാവത്തിലെ മലിനതകൾ കൊണ്ടാകാം, കലഹപ്രകൃതങ്ങൾ കൊണ്ടാകാം. എന്താണെന്ന് വചനം കൃത്യമായി നാം അവിടെ കാണുന്നില്ല. എങ്കിലും അവൾ 5 വിവാഹം കഴിഞ്ഞു. 5 പേരും അവളെ പിരിഞ്ഞു പോയി. അവൾക്ക് 5 പേരോടുകൂടെയും ഒരു സന്തോഷമുള്ള, സംതൃപ്തിയുള്ള, സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നിരിക്കില്ല. ഇപ്പോൾ ഒരുവനുമായി ജീവിക്കുന്നു. അവനോ വിവാഹം കഴിഞ്ഞതുമല്ല. അത്രത്തോളം ഒരു മോശമായ രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായി അവൾ മാറിപ്പോയി. അവൾ അറിയാത്ത ദുഷ്ടശക്തികൾ അവളെ വശീകരിച്ച് ആ നിലയിലേക്ക് അവളെ ആക്കിക്കളഞ്ഞു. പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. നാം കോപിക്കുമ്പോൾ, നമ്മുടെ ഉള്ളത്തിൽ ഇഷ്ടക്കുറവ് വരുമ്പോൾ, നീരസം വരുമ്പോൾ, നാം ഭവനത്തിൽ കലഹക്കാരായി തീരുമ്പോൾ നാം തിരിച്ചറിയുന്നില്ല നാം പിശാചിൻ്റെ കയ്യിലെ കളിപ്പാവയായി പോവുകയാണെന്ന്. നമുക്ക് ന്യായീകരണങ്ങൾ പറയാനുണ്ടാകും. സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്, അവരെല്ലാം ഇങ്ങനെ ഇടപെട്ടതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പല ന്യായീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നാം ഈ തെറ്റ് വന്നു എന്ന് ബോധ്യം വന്നു കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്ന്, കർത്താവേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ കോപം വന്നു, ഈർഷ്യ വന്നു, മുഷിച്ചിൽ വന്നു, നീരസം വന്നു, ഇതെല്ലാം നാം ദൈവത്തോട് ഏറ്റുപറയുകയാണോ? അതോ പാപത്തിലേക്ക് നമ്മെ തള്ളിവിടുന്ന പിശാച്, ആ പാപത്തിൽ നാം വീണ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ പിന്നാലെ തൊടുത്തുവിടുന്ന അമ്പാണ് നിരാശ. ആ കടുത്ത നിരാശയിലേക്ക് നമ്മെ താഴ്ത്തിക്കളയുമ്പോൾ ഈ രക്ഷകനിലേക്ക് തിരിയാതെ വണ്ണം നമ്മുടെ ഹൃദയം താണു പോകുന്നു, തല കുമ്പിട്ട് പോകുന്നു. ആ രക്ഷകന്റെ മുഖത്തേക്ക് നോക്കാതെ, വചനം ഹൃദയത്തിൽ ഓർമ്മ വരാതെ ദുഷ്ടനായ പിശാച് നിരാശ എന്ന ആ വലിയ ഒരു ഇരുമ്പ് ഓടാമ്പലുകൾ കൊണ്ട് നമ്മെ അകത്തിട്ട് അടച്ച് പൂട്ടുന്ന ഒരവസ്ഥ. എന്നാൽ ഈ ഇരുമ്പ് ഓടാമ്പലുകളെയും താമര കതകുകളെയും തകർക്കുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. നാം പാപത്തിൽ വീണ് കഴിയുമ്പോഴും നമുക്ക് വേണ്ടി പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവായ യേശുക്രിസ്തു നിൽക്കുകയാണ്. ഒന്നു മാത്രമേ വേണ്ടൂ, അനുതാപത്തോടെ, കർത്താവേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ എൻ്റെ ജീവിത സാഹചര്യത്തെ, എൻ്റെ കുടുംബ ജീവിതത്തെ, എൻ്റെ ഭർത്താവിനോടുള്ള ബന്ധത്തെ, എൻ്റെ മക്കളോടുള്ള ബന്ധത്തെ സ്നേഹം പകരാതെ അവിടെയെല്ലാം കോപത്തോടും ഈർഷ്യയോടും കലഹത്തോടും കൂടെ പെരുമാറി ആകെ കലക്കി കളഞ്ഞു. കർത്താവേ, ഈ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാവാൻ ഞാനാണ് കർത്താവേ കാരണം. ഒരു പ്രാവശ്യം കൂടി നിൻ്റെ ആ പരിശുദ്ധ രക്തം പിതാവിൻ്റെ അടുക്കൽ എൻ്റെ പേർക്കൊന്ന് കാണിക്കണമേ കർത്താവേ. ആ പ്രായശ്ചിത്ത രക്തം ഒരു തുള്ളി എൻ്റെ മേലൊന്ന് പകർന്നു തരണമേ കർത്താവേ. വന്നത് വന്നുപോയി കർത്താവേ, എനിക്ക് കഴുകിത്തരണമേ കർത്താവേ എന്ന് അനുതാപത്തോടെ ആരെല്ലാം ഏതെല്ലാം സാഹചര്യത്തിലായിരുന്നാലും ഒന്ന് ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏറ്റുപറയാൻ മനസ്സുണ്ടെങ്കിൽ അവരെ കഴുകുവാൻ, അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ,
നാം തിരിച്ചറിയാത്ത ആ അന്ധകാര ശക്തികളിൽ നിന്ന് വിടുവിക്കുവാൻ, തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പിശാച് ഈ ശമരിയ സ്ത്രീയുടെ ജീവിതം തകർത്ത് കളഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്ന ആ സ്ത്രീയെ, തൻ്റെ പദ്ധതിയിൽ കർത്താവായ യേശുക്രിസ്തു കണ്ട ഒരു വ്യക്തിയെ എത്രത്തോളം ദുഷ്ടനായ പിശാച് തകർത്ത് കളഞ്ഞാലും അവനെ ഉപേക്ഷിച്ചിട്ട് അതേ ദൗത്യത്തിനു വേണ്ടി മറ്റൊരാളെ കണ്ടെത്താൻ പിതാവിൻ്റെ സ്നേഹം സമ്മതിച്ചില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹം തുളുമ്പുന്ന ഹൃദയം വെമ്പുകയായിരുന്നു ആ പിശാചിൻ്റെ കെണിയിൽ നിന്ന് ആ സ്ത്രീയെ വിടുവിക്കേണ്ടതിന്, താൻ ആരാണെന്ന് അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന്. ഇന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തുടിക്കുന്ന ആ ഹൃദയം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട ആ ഹൃദയം ഇന്നും വെമ്പുകയാണ്. ഞാനുണ്ട് മകളെ ഇവിടെ, ഞാനാണ് നിന്റെ രക്ഷകൻ, ഞാനാണ് നിന്നെ വിടുവിക്കുന്നവൻ, ഞാനാണ് നിന്നെ ഉദ്ധരിക്കുന്നവൻ എന്ന് നമുക്ക് ബോധ്യം തരേണ്ടതിന് ആ സ്നേഹത്തിൻ്റെ ശബ്ദം നമ്മെ കേൾപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ദുഷ്ടനായ പിശാച് ദൈവിക പദ്ധതി നിറവേറപ്പെടാതിരിക്കാൻ ഈ ശമരിയ സ്ത്രീയുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവളെ കാത്തിരിക്കുകയാണ്. ആ സുഖാർ പട്ടണത്തിൽ ആ കിണറിനരികെ കാത്തിരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൾ ഒരിക്കലും കർത്താവിൻ്റെ വഴിയെ ചെന്നതല്ല, കർത്താവ് അവളെ തേടി അവളുടെ വഴിക്ക് വരികയായിരുന്നു. നാം ഒന്ന് ഓർത്തു നോക്കി, നാം ആരെങ്കിലും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ തേടി വന്നവരാണോ? നാം യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നവരാണോ? ഒരിക്കലുമല്ലല്ലോ. ഞാൻ ഓർക്കുന്നു, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ആ ആഡംബരങ്ങളും മോഹങ്ങളും ആ സൗകര്യങ്ങളും സുഖഭോഗങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞ് ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം, അത് വളരെ ദുഷ്കരമായി തോന്നിയ ഒരു കാലങ്ങളുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ആ ദുഷ്ടനായ പിശാചിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ഈ യേശുക്രിസ്തുവിന് വേണ്ടി പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന് എൻ്റെ ഹൃദയത്തെ കൈമാറുവാൻ ഈ പാപിയായ എനിക്കും കർത്താവ് ഭാഗ്യം തന്നു. ഞാൻ വിശ്വസ്തയായിരുന്നിട്ടല്ല, നാം ആരും വിശ്വസ്തരായിരുന്നിട്ടല്ല, നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തു വിശ്വസ്തരെന്ന് എണ്ണുകയാണ്. എങ്ങനെയാണ് അവൻ വിശുദ്ധരെന്ന് എണ്ണുന്നത്? തൻ്റെ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും കഴുകി, നമ്മുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ തൻ്റെ രക്തത്താൽ കഴുകി, തൻ്റെ അടിപ്പിണരുകളിൽ കൂടി, യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളിൽ കൂടി ഒഴുകിയ ആ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മെ ഓരോരുത്തരെയും കഴുകിയാണ് നമ്മെ വിശ്വസ്തരെന്ന് എണ്ണുന്നത്. ഈ ശമരിയ സ്ത്രീയെ ദുഷ്ടൻ തകർത്ത് കളഞ്ഞ അവളുടെ ജീവിതത്തെ ദൈവിക പദ്ധതി അവളിലൂടെ നിവർത്തിക്കപ്പെടാതിരിക്കാൻ അവളെ തകർത്ത് കളഞ്ഞിരുന്നു എങ്കിലും കർത്താവായ യേശുക്രിസ്തു അതേ സ്ത്രീയെ പുതുക്കി പണിയുവാനായി കടന്നു വന്നു. ഒരു സമൂഹം മുഴുവൻ അവളെ വെറുത്ത് ഉപേക്ഷിച്ചുവെങ്കിൽ അതേ സമൂഹത്തിൻ്റെ മുമ്പിൽ അവളെ അംഗീകാരയോഗ്യയാക്കി തീർക്കുവാൻ തക്കവണ്ണം അവളുടെ ഹൃദയത്തെ കർത്താവ് ഒന്ന് തൊട്ടു. 13-14 വാക്യം നമുക്ക് വായിക്കാം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു അവളോട് പറയുകയാണ്, ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരാമെന്ന്. ഈ ലോകത്തിൻ്റെ വെള്ളം, ആ കിണറിൽ നിന്ന് അവൾ കോരിയെടുക്കുന്ന ആ വെള്ളം, ഈ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങൾ, ഇതെല്ലാം കുടിച്ചുകൊണ്ട് നടക്കുന്നതിന് ഒരിക്കലും ദാഹം തീരുകയില്ല. പാപം ചെയ്യാനുള്ള ആ ത്വര ഒരിക്കലും മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. പാപത്തോടുള്ള ആസക്തി മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ തക്കവണ്ണം ദുഷ്ടനായ പിശാച് അതിനോടുള്ള ദാഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ ജീവനുള്ള ദൈവം തരുന്ന ആ ജീവനീരുറവയിൽ നിന്ന്, ആ പരിശുദ്ധാത്മാവിൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കുന്നവനെല്ലാം അവൻ്റെ ഉള്ളിൽ നിന്ന് ഉറന്നു വരുന്ന ആ ഉറവ അതവനെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നതാണ്. അത് അവനെ ദുഷ്ടനായ പിശാചിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ്. പിശാചിനെ തിരിച്ചറിയുവാനും പിശാചിൻ്റെ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞ് അവനെ വെറുത്ത് ഉപേക്ഷിക്കാനുള്ള കൃപയും പരിജ്ഞാനവും നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ ജീവനീരുറവ. ആ നീരുറവയിൽ നിന്ന് കുടിക്കുന്നവന് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് അത്രയൊന്നും മനസ്സിലായില്ല അതിൻ്റെ പൊരുൾ എന്തെന്ന്. അവൾ പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ ആ വെള്ളം എനിക്ക് നീ തരിക. ആ വെള്ളം എനിക്ക് ലഭിച്ചാൽ ഈ വെറുക്കപ്പെട്ട സമൂഹത്തിൽ ആരും കാണരുത് എന്ന് വിചാരിച്ച് ഞാൻ ഈ പാത്തും പതുങ്ങിയും വെള്ളം കോരാൻ വരേണ്ട ആവശ്യമില്ലല്ലോ, എനിക്കെൻ്റെ വീട്ടിലിരുന്നാൽ മതിയല്ലോ എന്ന് മാത്രമേ ഒരുപക്ഷെ ആ സ്ത്രീ ധരിച്ചു കാണുകയുള്ളൂ. എന്നാൽ അവിടെയാണ് കർത്താവായ യേശുക്രിസ്തു ഒരു വ്യവസ്ഥ പറയുന്നത്. 16 വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു അവളോട്,
പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് ഈ ജീവന്റെ നീരുറവ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി കിട്ടണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു കിട്ടണമെങ്കിൽ അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. അവളോട് പറഞ്ഞു, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന്. അത് കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. കാരണം അവളുടെ ജീവിതം, അവളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങൾ, അവളുടെ ജീവിത സാഹചര്യങ്ങൾ, അവൾ അന്ന് വരെയും ജീവിച്ചു പോകുന്ന വഴികൾ മുഴുവനായും ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വ്യക്തിക്ക് മനസ്സിലായി എന്ന് അവൾക്കറിയാം. ഒരു പ്രവാചകനല്ലാതെ വേറൊരാൾക്കും മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്തെല്ലാം മറഞ്ഞു കിടക്കുന്നു എന്ന്, പാപങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഒന്നും കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ള ഒരു ഉറപ്പും വിശ്വാസവും അവൾക്കുണ്ടായിരുന്നു. അവൾക്ക് അവളുടെ ജീവിത സാഹചര്യങ്ങളും അവളുടെ പാരമ്പര്യങ്ങളെയും കുറിച്ച് അവൾക്ക് അറിയാമായിരുന്നു. അവൾ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവില്ല എന്ന്. ഭർത്താവ് അപ്പോൾ പറയുകയാണ്, നീ പറഞ്ഞ സത്യം തന്നെ, നിനക്ക് ഭർത്താവില്ല. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നോ? ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന്. ആ ഭർത്താവില്ല എന്നൊരു വാക്ക് പറഞ്ഞ് അവൾ ഒഴിവാകാൻ ശ്രമിച്ചപ്പോൾ അവളുടെ ജീവിതം, അവളുടെ ഹൃദയം മുഴുവൻ, അവളുടെ ചിന്താമണ്ഡലം മുഴുവൻ, അവളുടെ അന്തരംഗം മുഴുവൻ കർത്താവായ യേശുക്രിസ്തു അവളെ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. അവൾ തകർന്ന് താളടിയായി. അവൾക്ക് ഒന്നും മറക്കാനില്ല എന്ന് മനസ്സിലായി. അതുവരെയും അവൾ കർത്താവിനോട് പറയുന്നുണ്ട്, ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഗരിസീം മലയിലെ ആരാധനയെക്കുറിച്ച്, യഹൂദന്മാർ യെരുശലേമിൽ ആരാധിക്കണമെന്ന് പറയുന്നു എന്നെല്ലാം പാരമ്പര്യങ്ങളെല്ലാം പറഞ്ഞവളാണ്. ആദ്യം അവൾ പറയുന്നുണ്ട്, നീ ഞങ്ങൾക്ക് ഈ കിണർ തന്ന യാക്കോബിനേക്കാൾ വലിയവനാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവളുടെ ഉള്ളറകളെ തുറന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ വേറെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. അവൾ താണിരുന്നു കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക്. അവളോട് കർത്താവായ യേശുക്രിസ്തു അവളുടെ ഹൃദയത്തിൻ്റെ തകർച്ച അവൻ കണ്ടു. അവൾ ഏറ്റുപറയുകയാണ്, യജമാനനെ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു എന്ന്. 21-ാം വാക്യം. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു അവളുടെ ഹൃദയത്തിൻ്റെ തകർച്ച കണ്ടപ്പോൾ, അവളുടെ ഏറ്റുപറച്ചിൽ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. അവൾ ആരാധനയെക്കുറിച്ചും നമസ്കാരത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞപ്പോൾ സത്യവിശ്വാസികൾ ആരാധിക്കുന്നത് എങ്ങനെയെന്ന്, ആരാണ് സത്യവിശ്വാസി? ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉള്ളവനാണ് സത്യവിശ്വാസി. അങ്ങനെയുള്ളവർ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലുമാണ്. ദൈവത്തിന് ഒരു മുൻ നിർണയമുണ്ട്, തന്നെ ആരാധിക്കുന്നവർ എങ്ങനെയുള്ളവരാകണമെന്ന്. തന്നെ ആരാധിക്കുന്നവർ ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നവർ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവരും ആയിരിക്കണമെന്ന് പിതാവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ദൗത്യം അത് വെളിപ്പെടുത്തി കൊടുത്തത് ഈ നികൃഷ്ട ജീവിതം നയിച്ച ഈ സ്ത്രീയുടെ മുമ്പിലാണ്. താൻ മശിഹായാണെന്ന്, താനാണ് വരാനിരിക്കുന്ന വാഗ്ദത്ത മശിഹ, താനാണ് അഭിഷിക്തനായ മശിഹ, താനാണ് ലോകത്തിൻ്റെ രക്ഷിതാവ്, താനാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തത് ഈ നികൃഷ്ട ജീവിതം നയിച്ച ഈ സ്ത്രീയുടെ മുമ്പിലാണ്. നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയോണ്ട് പിതാവേ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പല ജ്ഞാനികളും വിവേകികളുമുണ്ട്, ബുദ്ധിയുള്ളവർ അനേകരുണ്ട്. എന്നാൽ ഈ മർമ്മം, ഈ രഹസ്യം തിരിച്ചറിയാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല. അവർ ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവരായിരുന്നു. എന്നാൽ അഭിഷിക്തനായ മശിഹായെ അവർ കാത്തിരുന്നു. എന്നാൽ ആ അഭിഷിക്തനായ മശിഹ വെളിപ്പെടുന്നതിന് മുമ്പ് ഒരു ദാസനായി അവൻ വെളിപ്പെടുന്നുവെന്ന്, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ തിരുരക്തം ചിന്തുവാൻ മനസ്സൊരുക്കമുള്ള അനുസരണമുള്ള ദൈവപുത്രനായി അവൻ വെളിപ്പെടുന്നുവെന്ന് യഹൂദന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ശമരിയ സ്ത്രീക്ക്, അവൾക്ക് വലിയ വിദ്യാഭ്യാസമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവളുടെ മുമ്പിലാണ്, അവളുടെ ജീവിതം നികൃഷ്ടമായിരുന്നു, നീചമായിരുന്നു. എന്നാൽ അവളുടെ മുമ്പിൽ കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ വെളിപ്പെടുത്തി. അവൾ കർത്താവിനോട് പറയുകയാണ്, നീ ഒരു പ്രവാചകനാണ്, അതുകൊണ്ടാണ് എൻ്റെ ഹൃദയരഹസ്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീണ്ടും അവൾ പറയുകയാണ്, മശിഹ വരും എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്നു. മശിഹ വരുമ്പോൾ സകലതും വെളിപ്പെടുത്തുമെന്ന് ഞാൻ അറിയുന്നു എന്ന്, സകലതും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട് 26-ാം വാക്യം,
യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു അവളുടെ മുമ്പാകെ പറയുകയാണ്, ഇന്ന് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ. നിങ്ങൾ കാത്തിരിക്കുന്ന മശിഹ ഞാൻ തന്നെയാണ്. ഞാനാണ് നിന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ അവളുടെ ജീവിതം സമർപ്പിച്ചു. അവൾ ഏത് കാര്യത്തിന് വേണ്ടി വന്നുവോ, വെള്ളം കോരാൻ വന്ന താൻ വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചിട്ട് അവളുടെ ദേശത്തേക്ക് ഓടി. അവൾ വീട് തോറും ഓരോ പട്ടണങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും അവൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമിൻ, അവൻ പക്ഷേ മശിഹ ആയിരിക്കുമോ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പിതാവാൻ ദൈവത്തിൻ്റെ ലക്ഷ്യം, പിതാവാൻ ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ പുത്രനിലൂടെ അവിടെ നിവർത്തിക്കപ്പെട്ടു. ആ ദേശം മുഴുവൻ വിടുവിക്കപ്പെടുവാൻ, ആ മശിഹായെ കാണിച്ചു കൊടുക്കാൻ, ആ പാപം നിറഞ്ഞ ജീവിതം നയിച്ചിരുന്ന ആ സ്ത്രീക്ക് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ടു വന്നു. ആ വെളിപ്പെട്ട് കിട്ടിയ ആ രഹസ്യം, ആ യേശു ക്രിസ്തു, ആ രക്ഷ അവളുടെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് അവൾ ആ ദേശം മുഴുവൻ ഓടി നടന്നു. ആ ദേശം മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് വന്ന് അവൻ്റെ വചനം കേൾക്കുവാൻ ഇടയായി തീർന്നു. അവൻ 2 ദിവസം ആ ദേശത്ത്, ശമരിയ ദേശത്ത് പാർത്തു എന്ന് നാം അവിടെ വായിക്കുന്നു. അവർ ആ സ്ത്രീയുടെ വാക്കുനിമിത്തം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നുവെങ്കിൽ പിന്നീട് ആ ദേശത്തുള്ള സകലരും പറയുന്നുണ്ട്, ഇനി നിന്റെ വാക്ക് നിമിത്തമല്ല, അവൻ്റെ വായിൽ ഞങ്ങൾ കേട്ടതുകൊണ്ട് ഇവൻ ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നുവെന്ന്. ഈ വലിയ ദൗത്യം, തകർന്നു പോയ ജീവിതത്തെ പുതുക്കി മെനയുന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് നമ്മോട് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ ദാനമെന്ന് നീ അറിയുന്നുവോ? നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആരെന്ന് നീ അറിയുന്നുവോ? ഞാൻ തന്നെ മശിഹ എന്ന്. നമുക്ക് ഓരോരുത്തർക്കും ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ താഴ്ത്തി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ അപ്പ, ഞങ്ങൾക്ക്, ഈ പാപികളായ ഞങ്ങൾക്ക്, വിശ്വസ്തരല്ലാത്ത ഞങ്ങൾക്ക്, യോഗ്യതയില്ലാത്ത ഞങ്ങൾക്ക്, കുലഹീനരും നികൃഷ്ടരും ബലമില്ലാത്തവരുമായ ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ അവിടുന്ന് കടന്നു വന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ നിന്നെ തിരഞ്ഞു വന്നതല്ലല്ലോ കർത്താവേ, നീ ഞങ്ങളെ തിരഞ്ഞു വന്നതിനാൽ ഞങ്ങൾ പോയി ഫലം കാക്കേണ്ടതിന് ഞങ്ങളെ ആക്കി വെക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മേൽ പകർന്ന സ്നേഹത്തിനും കൃപയ്ക്കുമായി സ്തോത്രം. ഈ സ്നേഹം വഹിച്ചുകൊണ്ട് അനേകരുടെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി നിൽപ്പാൻ അടിയങ്ങളുടെ മേൽ നിന്റെ കൃപയുടെ കരം വെക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നിന്നെ സ്നേഹിക്കുവാനും അനേകർക്ക് നിന്നെ പകർന്നു കൊടുക്കുവാനുള്ള കൃപ തന്ന്, നിന്റെ മുദ്ര തന്ന് ഞങ്ങളെ പറഞ്ഞയക്കണമേ. അവിടുത്തെ 2ാമത്തെ വരവിൽ അവിടുത്തെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിൽപ്പാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ, ഞങ്ങളുടെ തലമുറയുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിന്റെ കൃപ പകരണമേ. വിശുദ്ധിയിൽ ഞങ്ങളെ കാക്കണമേ. വിശ്വസ്തരായി നിൽപ്പാൻ, നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിൽപ്പാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതം എന്നേക്കുമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.